ഏവർക്കും നമസ്തേ. പ്രിയമുള്ളവരെ, ഞാൻ സൈക്കിക് മീഡിയം തെരേസ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ബുക്സിന് വേണ്ടിയോ പേഴ്സണൽ കൺസൾട്ടേഷന് വേണ്ടിയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആർക്കേഞ്ചൽസിൻ്റെ ബുക്ക് ഹെവൻലി സീക്രട്സ്, മദർ മേരി ആൻഡ് ദ 7 ആർക്കേഞ്ചൽസ് അൺവെയിൽഡ് ബൈ തെരേസ, ഡോക്ടർ ടി വർഗീസ് PhD, സൈക്കിക് മീഡിയം തെരേസ. അപ്പോൾ ഈ ബുക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ എങ്ങനെയായിരുന്നു, എന്നോട്ടാണ് തുടങ്ങിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയും നിങ്ങളുമായിട്ട് പങ്കുവച്ച് ഇനിയും അടുത്തൊരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ബുക്ക് എഴുതുന്ന ആ ഒരു സമയത്തെ കാര്യങ്ങളെ പറ്റിയാണ്. The journey to writing this book. As soon as I embarked on writing this book on the archangels, it became evident that the universe was guiding me to step by step to complete each chapter. The process was both inspiring and illuminating, but there were times when I realized that I needed to delve deeper into the primary details of each archangel, such as their shapes, genders, duties, appearance, and their respective realms. Understanding these aspects in greater depth was crucial for presenting an accurate and insightful portrayal of the divine beings. അപ്പോൾ ഓരോ ആർക്കേഞ്ചലിനെ പറ്റി നമ്മൾ മെൻഷൻ ചെയ്യുന്ന സമയത്ത് അവരെ പറ്റി ഇൻഡെപ്തായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതും വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു. സോ റെക്കഗ്നൈസിംഗ് ദ നെസസിറ്റി ഫോർ ഡീപ്പർ ക്ലാരിറ്റി, ഐ റീച്ച് ഔട്ട് ടു വിഷ്ണു, അജിത മാഡം ആൻഡ് ഹയാൻ. ഐ ഷെയർഡ് വിത്ത് ദം ദാറ്റ് ഇൻ ഓർഡർ ടു എൻഷുർ precision and completeness in this book, a profound reconnection with the divine world was essential. We collectively decided that an intensive period of prayer and spiritual preparation was needed. Our goal was to create an environment conducive to receiving accurate and divine insight. So അങ്ങനെ നന്നായിട്ട് കൂട്ടമായിട്ട് ഞങ്ങളൊക്കെയും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. Thus we prepared ourselves meticulously for what we hoped would be a miraculous section. We sought to invite the presence of the archangels, Mother Mary, and higher spirit guides, or even my late father, to provide the guidance and answers needed to resolve the many uncertainties I had about the archangels. Our preparation was thorough, with deep prayers and a focused mindset, in the hope of receiving the divine clarity required to complete this book with utmost precision and reverence. In the intricate tapestry of the spiritual realm, each of the 7 archangels presides over their own distinctive kingdom, managing and nurturing the spiritual realms with the divine authority. This information was revealed to me through a profound divine visit on February 7, 2024, involving the 7 prominent archangels and my late father P.D. Varghese. Each archangel not only oversees a specific spiritual realm but also plays a crucial role in the cosmic order, reflecting their divine responsibilities and unique spiritual attributes. അപ്പോൾ നമ്മളൊരു ബുക്ക് ചെയ്യുമ്പം ആ ബുക്കിന് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഡിവൈൻ വേൾഡിനെ പറ്റിയാണ്, മാലാഖമാരെ പറ്റിയാണ്, ആർക്കേഞ്ചൽസിനെ പറ്റിയാണ്. അപ്പം അതിലൊരു മിസ്റ്റേക്ക് പോലും ഉണ്ടാവാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ ആർക്കേഞ്ചൽസിൻ്റെയും മദർ മേരിയുടെയും സ്പിരിറ്റ് ഗൈഡ്സിൻ്റെയും ഒക്കെ പ്രസൻസ് ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ച് അവരുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 7, 2024 ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായ ഒരു ദിവസമായിരുന്നു. ഓരോ ആർക്കേഞ്ചലും ഏതൊക്കെ തലം, കിങ്ഡം, ഓരോ ആർക്കേഞ്ചലിന് അവരുടേതായിട്ടുള്ള കിങ്ഡം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരു കിങ്ഡത്തിൻ്റെ മലയാളം എന്തായിരുന്നു? സാമ്രാജ്യം അല്ലേ? സാമ്രാജ്യം എന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടേതായിട്ടുള്ളൊരു പർട്ടിക്കുലർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ ഏരിയ ഉണ്ട്. അപ്പോൾ ആർക്കേഞ്ചൽ ഗബ്രിയേൽ ഈസ് വൺ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫസ്റ്റ് റെയിൽ. അപ്പോൾ ഒരു സോൾ ഡിപ്പാർട്ട് ചെയ്തതിന് ശേഷം 1 മുതൽ 7 തരം വരെയുള്ള തലങ്ങളിലാണ് പോകുന്നതെന്നോ അതിൽ ഓരോ തലത്തിൽ 1.1 to 1.9, പിന്നെ 2 വരുന്നു, 2.1 മുതൽ 2.9, പിന്നെ 3 വരുന്നു, 3.1 മുതൽ 3.9, അങ്ങനെയാണ് ആ ഒരു എൻ്റെയർ കാറ്റഗറിയെ പോകുന്നത്. അപ്പം നമ്മളുടെ ഈ 7 തലങ്ങളിലും 7 തലങ്ങൾക്ക് വേണ്ടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓരോ ആർക്കേഞ്ചൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആർക്കേഞ്ചൽ ഗബ്രിയേൽ മാലാഖയാണ് ഒന്നാമത്തെ തലത്തിൻ്റെ അധിപൻ. ആർക്കേഞ്ചൽ മിഖായേൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സെക്കൻഡ് റെലം.
Archangel Raphael is responsible for a third realm. Archangel Azrael is responsible for fourth realm. Archangel Uriel is responsible for fifth realm. Archangel Raziel is responsible for sixth realm. Archangel Jophiel is responsible for seventh realm. അപ്പോൾ ഓരോ തലങ്ങൾക്കും അവർക്ക് അവരുടെ കിങ്ഡം ഉണ്ട്. അതേ കൂടാതെ തന്നെയാണ് നമ്മുടെ ഈ ഓരോ തലങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഇനി നമ്മുടെ ആർക്കേഞ്ചലിക്സിൻ്റെ റെലത്തിൽ തന്നെയും അതിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് ട്രയാഡ് സെറാഫിംസ്, ചെരൂബിംസ്, ത്രോൺസ്. സെക്കൻഡ് ട്രയാഡിൽ വരുന്നത് ഡൊമീനിയൻസ്, വിർച്യൂസ്, പവേഴ്സ്. തേർഡ് ട്രയാഡിൽ വരുന്നതാണ് പ്രിൻസിപ്പാലിറ്റീസും ആർക്കേഞ്ചൽസും ഏഞ്ചൽസും. മനസ്സിലായോ? അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ട്രയാഡ് ക്ലോസസ്റ്റ് ടു ഗോഡ്. അപ്പോൾ ഈ ട്രയാഡ്സിനെ പറ്റിയും ഒക്കെയും നമ്മൾ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. 7 തലങ്ങളെ പറ്റി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഈശ്വരൻ, അത് കഴിഞ്ഞിട്ട് സെറാഫിംസ്, അവർ ശക്തമായ മാലാഖമാരാണ്. ചെരൂബിംസ് ഉണ്ട്, ത്രോൺസ് ഉണ്ട്, ഡൊമീനിയൻസ് ഉണ്ട്, വിർച്യൂസ്, പവേഴ്സ്, പ്രിൻസിപ്പാലിറ്റീസ്, ആർക്കേഞ്ചൽസ് ആൻഡ് ഏഞ്ചൽസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ മനസ്സിലാക്കേണ്ട ആളുകൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ബുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള, നിങ്ങളുടെ തലമുറകൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് വളരെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടൊക്കെയാണ് ഞാനൊക്കെ ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. ഈ ബുക്കും സ്നേഹപൂർവ്വ ആത്മാക്കൾക്കൊപ്പം തെരേസ എന്നുള്ള എൻ്റെ ബുക്ക്, ഐ എം ലില്ലി എന്നുള്ള ബുക്ക്, അതൊക്കെ നിങ്ങൾ വാങ്ങിക്കുക. ഈ ഫസ്റ്റ് 2 ബുക്കുകൾ മസ്റ്റായിട്ടും വാങ്ങിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ വലിയ ഇതായിട്ട് എഡിറ്റ് ചെയ്യാനോ BGM ഇടാനോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെയാണ് ഞാനിത് റെക്കോർഡ് ചെയ്തേക്കുന്നത്. സോ പേഴ്സണൽ കൺസൾട്ടേഷൻ വേണ്ട ആളുകളോ ബുക്സ് വേണ്ട ആളുകളോ മസ്റ്റായിട്ടും ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.